ഹായ് ഹലോ, ഇന്ന് നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ആക്ച്വലി ഇന്ന് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഒരു ഈവനിങ് ഔട്ടിംഗ് സെറ്റ് ആക്കിയിട്ടുണ്ട് അറ്റ് ഹൈലൈറ്റ് മാൾ. സോ നമ്മളെല്ലാരും ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് കേട്ടോ. എന്താ പറയുന്നത്? അങ്ങനെ ദേ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടോ. സോ ഫസ്റ്റ് വി ആർ ഓൾ ഗോയിങ് ഫോർ ഗോ കാർട്ടിംഗ്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി 4th ഫ്ലോറിലാണ് കേട്ടോ വരുന്നത്. കുറച്ച് പേര് ഓൾറെഡി അവിടെ ഗോകാർട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാരും അവിടെ സൈഡിൽ നിന്നിട്ട് ഇവരെങ്ങനെയാ ഓടിക്കുന്നതെന്നൊക്കെ കുറച്ച് നോക്കി നിന്നു. പിന്നെ ഇവരുടെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഏകദേശം ഒരേ ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെറ്റിലാണ് കേട്ടോ ഞാൻ കയറാൻ പോകുന്നത്. ഞാനും 3 ബോയ്സ് ആയിരുന്നു കേട്ടോ ഈ സെറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. സോ ആക്ച്വലി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും കാണിക്കാതെ ഞാൻ അതിനകത്ത് ഇരുന്നു. പക്ഷെ ഇരുന്ന സമയത്താണെങ്കിൽ എന്റെ കാല് അതിനകത്ത് കുടുങ്ങിപ്പോയി. പിന്നെ ഞാൻ അതെങ്ങനെയൊക്കെയോ പൊക്കി പിടിച്ച് ബ്രേക്കിന്റെ മുകളിൽ കൊണ്ടുവച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്യാവശ്യം ഷോർട്ട് ആയതുകൊണ്ട് എനിക്ക് കാല് അത്ര കംഫർട്ടബിൾ അല്ലാന്ന്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ പയ്യൻ എനിക്കൊരു പില്ലോ എടുത്തിട്ട് ബാക്കിൽ വെച്ചെന്നത്. അത് വെച്ചപ്പോൾ സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ബ്രേക്കിന്റെ മുകളിലും ആക്സിലറേറ്ററിന്റെ മുകളിലും ചവിട്ടാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ലൈക്ക് ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ആക്സിലറേറ്ററിന്ന് കാലെടുക്കാൻ മറക്കരുത് എന്നൊക്കെ. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ അതെല്ലാം മറന്നു ഓടിക്കുന്ന സമയത്ത്. ഞാൻ ആദ്യം സ്പീഡിൽ പോയെങ്കിലും കുറച്ച് അപ്പുറത്തെത്തിയപ്പോൾ ഞാൻ അവിടെ ചെന്നിടിച്ചു. ഇതുപോലെ ഞാനൊരു 3-4 സ്ഥലത്ത് കൊണ്ടിടിച്ചു. അപ്പൊ ഈ പയ്യൻ വന്നിട്ട് നമ്മളെ ബാക്കോട്ട് വലിച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കി തരികയാണ് ചെയ്യുക. ഈ സമയത്ത് എന്റെ വണ്ടി ഓഫായിപ്പോയി. പിന്നെ അവനെ എനിക്ക് സ്റ്റാർട്ടാക്കി തന്നു. അപ്പോഴേക്കും എല്ലാവരും ഒരു 2-3 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് അവസാനം സത്യം പറഞ്ഞാല് എത്തിയത്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ 8 റൗണ്ട് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും പെർ ഹെഡ് 350 ആണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, ഗോകാർട്ടിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു കേട്ടോ. 2 ഷോൾഡറും 2 കൈയും നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ചിലവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടത്. എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ 8 റൗണ്ട് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഹോയ് പഞ്ചാബിലായിരുന്നു കേട്ടോ നമ്മൾ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെല്ലാരും നേരെ അവിടേക്ക് കയറി. 3 ടേബിളിലായിട്ടായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തത്. ഇത് കണ്ട സമയത്ത് അത്യാവശ്യം എന്തോ നല്ലൊരു ഡ്രിങ്ക് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ ഇതുവരെ കുടിക്കാത്തൊരു ടൈപ്പ് ഡ്രിങ്ക് ആണെന്ന്. ഷിക്കഞ്ചി എന്നാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്റെ പേര്. പിന്നെ നമുക്ക് ദേ ഈ പപ്പടം കിട്ടി. അപ്പൊ കുറച്ചു നേരം എല്ലാവരും ഈ പപ്പടവും ചട്നിയും കൂട്ടി അവിടെ ഇരുന്ന്. പിന്നെ നമുക്ക് ദേ ഈ ഒരു ഐറ്റം കിട്ടിട്ടോ. ഇത് ആക്ച്വലി കൊള്ളായിരുന്നു. പിന്നെ വന്നൊരു ഐറ്റാണ് ദഹി കബാബും പനീർ ടിക്കയും. ദഹി കബാബ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? മുഖം നോക്ക്. ഞാനിവിടെ കഷ്ടപ്പെടുന്ന നീ കാണുന്നുണ്ടോ? എത്രയത്? തന്നെയുള്ളൂ ബുധനായ.
ഇതെന്താ കടലക്കറിയോ? ഇതെന്താ സാധനം? ഇതെന്താ നോക്ക്. പനീർ. പിന്നെ നമ്മളുടെ ആദ്യത്തെ മെയിൻ കോഴ്സ് എത്തി. തന്തൂരി റൊട്ടിയും നാനായിരുന്നു അതിലുണ്ടായിരുന്നത്. കറി വരുന്നത് അമൃത്സരി ചോല ആൻഡ് പനീർ ടിക്ക മസാല ആയിരുന്നു. ഞാൻ നാനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടെ പനീറിന് ബെറ്റർ ആയിരിക്കും നാനാണെന്ന് തോന്നി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനത് മൊത്തം കഴിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ ഒരു പനീർ കഴിക്കാൻ വേണ്ടി മാത്രം ഞാനത് കഴിച്ചു. കടലക്കറി സത്യം പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പിന്നെ നമ്മുടെ സെക്കൻഡ് മെയിൻ കോഴ്സ് എത്തി. ചട്നി പുലാവ്. ഇരുന്നില്ല കുഴപ്പമില്ല, കഴിച്ചോളേ. ഫസ്റ്റ് വൈറ്റിന് എടുക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ കുൽഫി ഫലൂദ ഡെസേർട്ട് എത്തി. മാഗിയോ? ആരോ മാഗി എന്ന് പറഞ്ഞു. റൂമുണ്ട് കിട്ടൂല. വേണോ ഇതൊക്കെ തലിഞ്ഞു. പിന്നെ നമ്മളെല്ലാരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടുന്ന് പോയത്.